നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കാൻ രാവിലത്തെ ചായയും കോഫിയും ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് പാല് നന്നായിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടിട്ട് തിളപ്പിക്കണം. ഒരുപാടൊന്നും കുറുകേണ്ട ആവശ്യമില്ല. ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചാൽ മതി. ഇത് ഒരു ഗ്ലാസ്സിലാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇത് തണുക്കാൻ വയ്ക്കണം. ഫാനിൻ്റെ താഴെ വെച്ചാലും മതി, അല്ലെങ്കിൽ കട്ട കെട്ടാണ്ട് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് കുറച്ച് തണുത്തതിന് ശേഷം ഇതിൽ വിരൽ ഒന്നിട്ട് നോക്കണം. നല്ല ചൂടല്ല, വിരലിടുമ്പോൾ ചൂട് താങ്ങാൻ പറ്റുന്നെങ്കിൽ ഇതുപോലെ ഒരു തേൻ വാങ്ങിച്ച ഉടയുന്ന കുപ്പിയാണ്. ഇതിൽ മുൻപ് തയ്യാറാക്കിയ ഒരു ഗ്ലാസ് പാലിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അതിൻ്റെ തൈരിൻ്റെ അല്പം ഒരു സ്പൂൺ ബാക്കിയുണ്ട്. അതിലേക്ക് ഈ പാല് ഒഴിച്ച് ഒന്ന് കലക്കി വയ്ക്കണം. പിന്നെ അനക്കാൻ പാടില്ല. 3 ദിവസമാകുമ്പോൾ നല്ല പുളിക്കാത്ത കട്ട തൈരായിട്ട് ഇരിക്കും. എന്നിട്ട് മീനും ഇറച്ചിയോ ഒന്നും വാങ്ങാത്ത ദിവസം ഈ തൈര് കൊണ്ട് നമുക്ക് സലാഡായും കോവയ്ക്കായും സവാളയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് തക്കാളിയും വേണമെങ്കിൽ ഇടാം. എന്നിട്ട് ഈ കട്ട തൈരും ചേർത്ത് സാമ്പാർ, അവിയൽ, അതിൻ്റെ കൂടെ ചോറിന് ഒരു തൈര് കൂട്ടാനായി. അല്ലാതെ പഴയ കഞ്ഞിവെള്ളം, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഇരട്ടി വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ ഒരാൾക്ക് ഇതിൽ 1 സ്പൂൺ കഞ്ഞിവെള്ളത്തിൽ കലക്കി അല്പം ഉപ്പും ഇട്ട് നന്നായിട്ട് കലക്കി ഒരു ഗ്ലാസ്സിലാക്കി കുടിക്കാവുന്നതാണ്. ഇത് 1 ഗ്ലാസ് പാലിലുണ്ടാക്കിയത് കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ 4-5 പേർക്ക് കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് കുടിക്കാനാവും. 1 ഗ്ലാസ് ചിലവാവില്ല. ബാക്കി സലാഡും ഉണ്ടാക്കും. ഇത് ചായയും പാലും ഒഴിവാക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആയിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ നല്ല പ്രതിരോധ ശേഷി കൂടും. ഇതിൻ്റെ കൂടെ അല്പം വെള്ളരിക്കയും കൂടി കഴിക്കാം. ഒരു രോഗങ്ങളും വരില്ല. ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും. ചായയും കോഫിയും ഒഴിവാക്കുക, നമുക്ക് ഹെൽത്തി പ്രോബ്ലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇത് നല്ല ഹെൽത്തിയാണ്. ഇനി അടുത്ത് ഇതുപോലെ വേറൊരു സാധനം പരിചയപ്പെടുത്താം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇതുപോലെ തൈരുണ്ടാക്കി കൊടുക്കാവുന്നതാണ്. 3 ദിവസം ഇത് വെച്ചതിന് ശേഷം ഉപയോഗിക്കാം. ഇതിൻ്റെ ബാക്കി വെച്ചിരുന്ന് വീണ്ടും ഇതുപോലെ 1 ഗ്ലാസ് പാലിൽ ഉപയോഗിക്കാം. ഇനി കുറച്ച് ഓമം ഒരു പാത്രത്തിലിട്ട് ചെറു തീയിൽ വറുത്ത്, പെരുംജീരകം പോലെ ഇരിക്കും ഓമം. പെരുംജീരകത്തിൻ്റെ 1/4 ഭാഗമേ കാണൂ, പക്ഷെ നല്ല മണമാണ് വറക്കുമ്പോൾ. ഇത് വറുത്ത് ചെറുതീയിലിട്ട് വറുത്ത് ഒന്ന് തണുക്കാൻ വയ്ക്കുക. എന്നിട്ട് ഇതേ ചീനച്ചട്ടിയിൽ തന്നെ, ഇരുമ്പ് ചട്ടിയിൽ വറുക്കുന്നതാണ് നല്ലത്. ഇതേ ചീനച്ചട്ടിയിൽ തന്നെ അല്പം കുറച്ച് ജീരകം, ഓമത്തിൻ്റെ അത്ര ജീരകം ആവശ്യമില്ല, ഓമത്തിൻ്റെ പകുതി ജീരകം ഇട്ടാൽ മതിയാകും. ഇതും ചെറുതീയിലിട്ട് വറുത്ത് ഇത് ഒരു വലിയ കുപ്പിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കുക. ദിവസവും രാവിലെ 2 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ നിറച്ചിട്ട് നന്നായിട്ട് ചെറു തീയിൽ കിടന്ന് തിളച്ച് അടുത്ത് നിന്ന് വേവിക്കണം. വെള്ളം വറ്റിപ്പോരുത്.